ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും മറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സീഡ് വിഭാഗത്തിൽപ്പെട്ട ഭക്ഷണ പദാർത്ഥമാണ് പംകിൻ സീഡ്. അതായത് മത്തന്റെ കുരു എന്ന് പറയുന്നത് അല്ലേ. ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സും ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ വളരെയധികം ന്യൂട്രീഷ്യൻസും അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ലഭിക്കുന്ന ഒരു സീഡാണ് മത്തൻ സീഡ് അഥവാ പംകിൻ സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പംകിൻ സീഡ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നും എന്തൊക്കെയാണ് ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്നും എന്തൊക്കെയാണ് സൈഡ് എഫക്റ്റ് എന്നും എത്ര ഒരു ദിവസം നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നൊക്കെ നോക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ വീട്ടിൽ മത്തനൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കുരു കളയാറാണല്ലേ പതിവ്. എന്നാൽ ഈ കുരുവിന് ധാരാളം ന്യൂട്രീഷണൽ വാല്യൂയും അതുപോലെ തന്നെ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മത്തൻ കുരുവിൻ്റെ അല്ലെങ്കിൽ പംകിൻ സീഡ്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ നോക്കാം. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ സിങ്ക്, മഗ്നീഷ്യം, ഫോസ്ഫറസ് അതുപോലെ തന്നെ പൊട്ടാസ്യം ഇതിൻ്റെയൊക്കെ കലവറയാണ് പംകിൻ സീഡ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ട്രിപ്റ്റോഫാൻ പോലുള്ള ധാരാളം അമിനോ ആസിഡ്സും ധാരാളം ഫൈബേഴ്സും അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ധാരാളം അടങ്ങിയിട്ടുണ്ട് പംകിൻ സീഡ്സിൽ. അതുകൊണ്ട് തന്നെ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് പംകിൻ സീഡിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കുമ്പോൾ പ്രോസ്ട്രേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും പംകിൻ സീഡ് വളരെയധികം ഉത്തമമാണ്. അതായത് പംകിൻ സീഡിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് എന്ന പദാർത്ഥം പ്രോസ്റ്റേറ്റിന്റെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബെനിയൻ ഹൈപ്പർപ്ലാസിയ അതായത് BPH എന്ന് പറയുന്ന രോഗം, ഈ രോഗം കാരണം പലപ്പോഴും നമുക്ക് യൂറിനേഷന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഹെൽത്തിനെ നോക്കുന്നതോട് കൂടി തന്നെ നമ്മുടെ യൂറിനറി ബ്ലാഡറിന്റെ ഹെൽത്ത് കൂടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പംകിൻ സീഡിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BPH എന്ന രോഗത്തിന്റെ സിംറ്റംസ് കുറയാൻ വേണ്ടിയിട്ട് പംകിൻ സീഡ്സ് വളരെയധികം സഹായിക്കുന്നുണ്ട്. പംകിൻ സീഡ്സിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോസ്റ്റിറോൾസ് പ്രോസ്റ്റേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ഹെൽത്തിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോൺ ഹെൽത്തിന്, അതായത് നമ്മുടെ അസ്ഥികളുടെ വികസനത്തിന് മഗ്നീഷ്യം എന്നുള്ള ഒരു എലമെന്റ് വളരെയധികം അത്യാവശ്യമാണ്. ഈ മഗ്നീഷ്യം നമ്മുടെ പംകിൻ സീഡ്സിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലുകളുടെ ബലം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് പംകിൻ സീഡ്സ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഡയബറ്റിസ് കുറയാൻ വേണ്ടിയിട്ട്. അതായത് ഇത് ലോ കാലറി, ഹൈ പ്രോട്ടീൻ ആൻഡ് ഹൈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അതായത് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവും അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീന്റെ അളവ് വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയബറ്റിസ് മാനേജ് ചെയ്യാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നു. അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യവും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തേതായി നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട്, അതായത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ ധാരാളം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബേഴ്സും അതുപോലെ തന്നെ അമിനോ ആസിഡ്സ്, അതായത് ALA എന്ന് പറയുന്ന അമിനോ ആസിഡ്സും ഒക്കെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ കോശങ്ങളെ ദൃഢമാക്കാൻ വേണ്ടി സഹായിക്കുകയും ഹാർട്ട് ഹെൽത്തിനെ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം നമ്മുടെ BP കൺട്രോൾ ചെയ്യാൻ സഹായിക്കുകയും അതുപോലെ നമ്മുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോൾ, അതായത് ചീത്ത കൊഴുപ്പിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പംകിൻ സീഡ് കഴിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആവുന്നതോട് കൂടി തന്നെ നമ്മുടെ BP കുറയ്ക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ തന്നെ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇനി ഹെയറിന്റെ ആരോഗ്യത്തിന് അടങ്ങിയിരിക്കുന്ന കുക്കുർബിറ്റിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സ് നമ്മുടെ മുടികളുടെ വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. മുടി പൊട്ടിപ്പോവാതിരിക്കാനും അതുപോലെ തന്നെ ഹെയർ റൂട്ടിനെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ തന്നെ ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കേശങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് പംകിൻ സീഡ്സ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്നു. അതായത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ധാരാളം ഫൈബേഴ്സ് നമ്മുടെ ഡൈജഷൻ കൃത്യമായി നടക്കുകയും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് അത് റിലീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു. നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു. അതായത് ഇതിൽ ധാരാളം വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ആന്റി ഓക്സിഡന്റ്
ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുകയും ജലദോഷം കഫക്കെട്ട് സ്ഥിരമായിട്ട് വരുന്നവർക്ക് അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്തതാണ് ഉറക്കക്കുറവ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള സെറോട്ടോണിന്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ട്രിപ്റ്റോഫാൻ എന്നുള്ള ഒരു അമിനോ ആസിഡിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ഉണ്ട്. ഇത് രണ്ടും തന്നെ നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്നതിൽ വളരെയധികം പ്രധാന പങ്ക് വഹിക്കുന്നവയാണ്. ഇതിന്റെ പ്രവർത്തനത്തിന് പംകിൻ സീഡ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഉറക്കക്കുറവുള്ളവർക്കും പംകിൻ സീഡ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പം ഇത്രയെല്ലാമാണ് നമുക്ക് പംകിൻ സീഡ്സിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാ കഴിക്കേണ്ടതെന്ന് നോക്കാം. ദിവസവും 1 ടീസ്പൂൺ വെച്ചിട്ട് വേണം നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്. കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഓവർഡോസ് കാരണമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു 3 ദിവസം ഓരോ സ്പൂൺ വെച്ച് നിങ്ങൾ കഴിക്കുക. അത്ര മതിയാവും നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സ്പൂൺ ദിവസവും കഴിക്കാവുന്നതാണ്. കാരണം എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പംകിൻ സീഡ്സ് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതായത് നമ്മൾ സാധാരണഗതിയിൽ മത്തൻ വാങ്ങുന്ന സമയത്ത് ആ കുരു എടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് വിതറിയിട്ട് ഉണക്കിയെടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു ഉപ്പുള്ള വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് നന്നായി തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം അരിച്ചെടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ ഒന്ന് ഉണക്കി സൂക്ഷിക്കാവുന്നതുമാണ്. ഈ 2 രീതിയിൽ നമുക്കിത് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്? നമുക്ക് ഒന്നിരിക്കൽ അത് റോ ആയിട്ട് തന്നെ കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ, അതായത് നെയ്യിലോ വെണ്ണയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒക്കെ തന്നെ നന്നായിട്ട് വറുത്തെടുത്ത് അങ്ങനെയും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സാലഡ്സിലോ ജ്യൂസിലോ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണത്തോടൊപ്പോ അങ്ങനെയൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇനി കൂടുതലായിട്ട് നമ്മൾ പംകിൻ സീഡ്സ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതായത് ഗ്യാസ് അല്ലെങ്കിൽ ബ്ലോട്ടിങ് അല്ലെങ്കിൽ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകാം. ഇതൊന്നും കൂടാതെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ ഈ അലർജിക് റിയാക്ഷൻസ് ഉള്ളവർക്ക് ചിലപ്പോൾ ചില അലർജിക് റിയാക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ധാരാളം ഫൈബേഴ്സ് അടങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരാനും സാധ്യതയുണ്ട്. ചെറിയ രീതിയിൽ കഴിക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കാൻ സഹായിക്കുകയും ഈ എമൗണ്ടിൽ അത് കഴിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരാൻ ഒരു സാധ്യതയുമാണ് ഉള്ളത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിൽ ചിലപ്പോൾ പ്രോട്ടീൻ്റെ അളവും ഫാറ്റിൻ്റെ അളവും ഒക്കെ കൂടുതലായതുകൊണ്ട് ചിലർക്ക് ഇത് വെയിറ്റ് ഗെയിനും ഒരു കാരണമാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കഴിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം നിങ്ങൾ ഈ പംകിൻ സീഡ്സ് 1 സ്പൂൺ വീതം കഴിക്കുന്നത് ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്.